രാജേന്ദ്രൻ, രാഷ്ട്രപതി നമ്മുടെ മലയാളക്കരുടെ ആത്മീയ ഔന്നത്യമായ ശബരിമലയിലേക്ക് വരികയാണ്. ഒരു വലിയ ചരിത്ര സംഭവമാണ്. അതെ, എങ്ങനെയാണ്? രാഷ്ട്രപതി വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രപതിയുടെ ഇറ്റിനററി അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാം ഇപ്പോൾ ഇന്നോ നാളെയോ വരും. അപ്പോൾ വന്നു കഴിയുമ്പോൾ യുദ്ധസമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും രാഷ്ട്രപതി വരികയാണ്. ശാന്തിയുടെ ആ ഗിരിശൃംഗത്തിലേക്ക്, സന്നിധാനത്തേക്ക് വരികയാണ്. വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടുത്തെ ഹില്ലി ടെറൈൻ, അവിടുത്തെ കാനന മധ്യത്തിലുള്ള അതിൻ്റെ നിലനിൽപ്പ്, ഇതൊക്കെ കൊണ്ട് പല രാഷ്ട്രീയവാദി, പ്രധാനമന്ത്രി വരെ സുരക്ഷാ കാരണങ്ങളാൽ ആ യാത്ര വേണ്ടെന്ന് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ്. അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സുരക്ഷാ സേന അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രപതി അതിന് പകരം വരുന്നു. രാഷ്ട്രത്തിൻ്റെ നായിക, രാഷ്ട്ര നായിക അവൾ വരുന്നു. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിനു മുമ്പും രാഷ്ട്രപതി വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവും. ഈ പത്രക്കാരെ എല്ലാം ഈ അൽഷീമേഴ്സ് ബാധിച്ചു, മേധാക്ഷയം ബാധിച്ചു. എല്ലാ പത്രങ്ങളും ഹെഡ്ലൈനിൽ കൊടുത്തിരിക്കുന്നത് ആദ്യമായി ഒരു രാഷ്ട്രപതി ശബരിമലയിൽ വരികയാണ്. അപ്പോൾ വി വി ഗിരി രാഷ്ട്രപതി അല്ലായിരുന്നു. വി വി ഗിരി സംസ്ഥാന ഗവർണറായിരിക്കുമ്പോഴും ആയിരുന്നല്ലോ. സംസ്ഥാന ഗവർണറായിരിക്കുമ്പോഴും വന്നു, പ്രസിഡന്റ് ആയതിനു ശേഷം വന്നു. 1973 എന്ന് മാത്രമല്ല, അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ട്. അന്നാണ് ആദ്യമായിട്ട് ഡോളി എന്ന് പറയുന്ന സംവിധാനം ശബരിമലയിൽ ഏർപ്പെടുത്തിയത്. അദ്ദേഹത്തിന് പോകാനും നടക്കാൻ പ്രയാസമായിരുന്നു. പിന്നെ മലകയറ്റം അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആദ്യമായിട്ട് സമർപ്പിച്ച ഒരു സംരംഭമാണ് ഡോളി വഴിയുള്ള ദേവസ്വം ബോർഡ്. പിന്നെ പെട്ടെന്ന് 2 കമ്പൊക്കെ എടുത്ത് അതിൽ ചാരികസേരയൊക്കെ വെച്ച് കെട്ടി. അപ്പോൾ ഇതിങ്ങനെ കൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ വി വി ഗിരി കയറിയില്ലെന്നാണ് അറിയുന്നത്. ഗിരിയുടെ മകൻ ശങ്കർ ഗിരി നീലിമലയിലും അപ്പാച്ചി മേട്ടിലും വെച്ച് 2 വെച്ച് ഇതിൽ കയറി. കാരണം വി വി ഗിരിയെ പോലെ തന്നെ വലിയ ശരീരപ്രകൃത ഉള്ള ആളായിരുന്നു മകനും. അങ്ങനെ 2 വെച്ച് കയറി എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം സന്നിധാനത്ത് കയറി പ്രദക്ഷിണം വെച്ചു എന്നാണ് അതിന്റെ ഫോട്ടോകൾ ഉണ്ട്. അല്ല, ഡോളിയിൽ കയറിയത്. ഡോളിയിൽ കയറിയില്ല എന്നാണ് പറയുന്നത്. ഹെവി വെയിറ്റ് ഉള്ള ഡോളി പിന്നെ ഇങ്ങനെ കൂടെ പൊക്കൊണ്ടിരുന്നു. അന്നാണ് ഡോളി വരുന്നത് കേട്ടോ. അന്ന് ആദ്യമായിട്ടാണ് ഡോളി ഏർപ്പെടുന്നത്. പിന്നെ എത്രയോ ലക്ഷം പേര്. വി ഗിരിയുടെ സന്ദർശനത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ശബരിമലയിലേക്ക് ബസ് പോയിരുന്നത് ചാലക്കയം വരെ ഉള്ളൂ. അന്ന് ബസ് ബോർഡ് വയ്ക്കുന്നത് ചാലക്കയം എന്നാണ് വയ്ക്കുന്നത്. പമ്പയിൽ നിന്ന്, ചാലക്കയത്ത് നിന്ന് 6 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക്. ഈ വി വി ഗിരിയുടെ സന്ദർശനാർത്ഥമാണ് ഈ പമ്പയിലേക്കുള്ള റോഡ് ശരിയാക്കിയത്. അതിനുശേഷം കുറേ കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ബസ് മാത്രം പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് KSRTC വന്നത്. ഇപ്പോൾ KSRTC ഒക്കെ സ്ഥിരം എന്നും ബസ് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും, കൊട്ടാരക്കരയിൽ നിന്നും, കോട്ടയത്തു നിന്നും, വൈറ്റിലയിൽ നിന്നും ഒക്കെ എന്നും പമ്പയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. സാധാരണ ഉള്ളതുപോലെ തന്നെ അവിടെ KSRTC സ്റ്റാൻഡുണ്ട്, പമ്പ പോസ്റ്റ് ഓഫീസുണ്ട്, പോലീസ് സ്റ്റേഷനും എല്ലാ വകുപ്പും പ്രവർത്തിക്കുകയാണ്. KSEB, BSNL എല്ലാം ഇത് ശബരിമലയിലും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ബൈ ദ ബൈ, ഞാനും ചോദിച്ചോട്ടെ, വിജയനാഥ് എന്ന് പറയുന്നത് ശബരിമല നിൽക്കുന്ന ആ ഇടത്ത് എന്റെ പഞ്ചായത്തിലാണ് ശബരിമല. പഞ്ചായത്താണ് ശബരിമല. റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ്. തുടരും സിനിമയിൽ റാന്നി പെരുന്നാട് പഞ്ചായത്തിനെ പറ്റി പറയുന്നു. അവിടെയാണ് മറ്റേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. നേരത്തെ ആ ശബരിമല ശാസ്താവ് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവിനെ ജീവനുള്ള ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു പൗരനാണ്. അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു സഹപൗരനാണ്. താങ്കൾ ഈ വിവരങ്ങളെല്ലാം നേരത്തെ ഒരു ശബരിമല വിജ്ഞാന കോശം എന്ന് പറയുന്ന ഒരു ബൃഹത് റഫറൻസ് ഗ്രന്ഥത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തി കേരളത്തിലെ മിക്കവാറും ലൈബ്രറികൾ, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി, ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ പത്രക്കാരുടെ ഈ വിജ്ഞാനം എന്ന് പറയുന്നത് അവരുടെ സാമാന്യ വിജ്ഞാനം, പൊതുവിജ്ഞാനം ഒന്നും ഉയർന്നിട്ടില്ല എന്ന് വേണമല്ലോ കരുതാൻ. പത്രങ്ങളെല്ലാം അടിച്ചിറക്കിയത് പിന്നെ ആകാശവാണി പോലും, പത്രങ്ങൾ മാത്രമല്ല, ആകാശവാണി, ദൂരദർശൻ പോലുള്ള ഔദ്യോഗിക ചാനലുകൾ പോലും തെറ്റായ വിവരങ്ങൾ, ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ. പക്ഷേ മനോരമ എന്ത് ചെയ്യുന്നറിയാം, തെറ്റ് തിരുത്തിയിട്ട് പിറ്റേ ദിവസം അവരത് മാറ്റി ഒരു പ്രത്യേക സ്റ്റോറി ആയിട്ട് തന്നെ കൊടുത്തു. മനോരമ പണ്ട് ഇങ്ങനെയായിരുന്നു, അവർക്ക് പണ്ടൊന്ന് തെറ്റി. ഏത് മാതൃഭൂമി പത്രത്തിലെ കണ്ണൂരെ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആള് മരിച്ചു എന്നൊരു വാർത്ത, കൃഷ്ണൻ നായർ എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ
മാതൃഭൂമിയുടേത് ലിഫ്റ്റ് ചെയ്യും. ഈ മരണങ്ങളൊക്കെ ചരമങ്ങളൊക്കെ ഒന്നും മിസ് ചെയ്യരുത് മനോരമയ്ക്ക്. കാരണം അവരുടെ പ്രധാനമായിട്ടും പത്രത്തിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ് ചരമക്കോളം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ലിഫ്റ്റ് ചെയ്ത് വരും. മാതൃഭൂമിയിൽ നിന്നൊന്ന് ലിഫ്റ്റ് ചെയ്തു, പക്ഷേ തെറ്റിപ്പോയി, ആൾ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പം മരിച്ചിട്ടില്ല. അപ്പം ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വാർത്ത വളരെ മനോഹരമായിരിക്കുന്നു, എന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ, പക്ഷേ ഒരു കാര്യം തെറ്റിപ്പോയി, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുക, മരിച്ചിട്ടില്ല. അപ്പോൾ അഗാധമായ ഖേദം പ്രകടിപ്പിച്ചില്ല മനോരമ അന്നും. അതിന് പകരം എന്ത് ചെയ്തു, അദ്ദേഹം മരിച്ചിട്ടില്ല എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എഡിറ്റോറിയൽ എഴുതി. അതുപോലെയാണ് പറ്റിയ അബദ്ധം. വീണടം വിഷ്ണു ലോകം എന്ന് പറയുന്നത് പോലെ അബദ്ധത്തെ സുബദ്ധമാക്കി. എന്നാലും അത് കൊള്ളാം. ഈ വിവിഗിരി വന്നപ്പോൾ ഡോളി ചുമന്ന അവർ 10 പേരുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുക്കണമെന്ന് വിവിഗിരി രാജ്ഭവനിൽ പറഞ്ഞിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇവരുടെ ഒന്നും ഫോണൊന്നും ഇല്ലല്ലോ, അഡ്രസ്സ് ഒന്നും ശേഖരിക്കാനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെയും തന്നെ പിന്നെ കിട്ടിയില്ലെന്നാണ് അറിയുന്നത്. അല്ല, പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ചുമക്കുന്ന ഒരു പേരൊന്നും എഴുതി വെക്കില്ല. അതെ, അന്നത്തെ കാലമല്ലേ. വാസ്തവത്തിൽ വേണ്ട, ഇന്നാണെങ്കിൽ പറ്റും. സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഇവരുടെ ഐഡന്റിറ്റി കാർഡ്. അപ്പൊ അന്ന് വന്ന ഡോളി ഇന്നിപ്പോ പമ്പയിൽ ഡോളി സ്റ്റാൻഡ് തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെ പേർക്ക് തൊഴിലും കിട്ടുന്നു. അന്ന് 8 പേരാണ് ഈ ഡോളി താങ്ങിക്കൊണ്ട് പോയത്. ആ 8 പേർക്കും രാജ്ഭവനിലെ തൊഴിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. തപ്പിച്ചെന്നപ്പോൾ ഒരാളെ മാത്രം കിട്ടി. ആൾക്ക് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തുനിന്ന് പുറപ്പെടുമ്പോൾ അതിൽ അദ്ദേഹം സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വയ്യാത്തത് കൊണ്ടായിരിക്കും പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരാൾ പിന്നെയും കുറച്ച് നാളിങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവർ ചിലരെ കണ്ടു, അവർക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രഗത്ഭരുടെ സന്ദർശനത്തിൽ ഈ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ചില അടയാളം ഉണ്ടാകാറുണ്ട്. ഇപ്പം വിവിഗിരി വന്നപ്പോഴാണ് ഈ ചാലക്കയത്ത് നിന്ന് പമ്പ വരെയുള്ള റോഡ് ശരിയായത്. ഇപ്പൊ ചാലക്കയം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല കേട്ടോ. ചാലക്കയം അറിയത്തില്ല. പണ്ട് ചാലക്കയം എന്ന് മാത്രമാണ് ബോർഡ് വയ്ക്കുന്നത്. ഇപ്പൊ ബോർഡ് വെച്ച് പോകുന്ന പമ്പ, ശബരിമലയിൽ നിന്നും വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എം.എൻ. നമ്പ്യാർ, തമിഴ്നാടനല്ലേ, ബേസിക്കലി മലയാളിയാണെങ്കിലും തമിഴ്നാട്ടിലോട്ടങ്ങ് മാറി തമിഴ് സിനിമയിൽ ഉറപ്പിച്ചു. ഇദ്ദേഹം പതിവായി ഈ ശബരിമല സന്ദർശനം നടത്തുന്ന ആളായിരുന്നു. എല്ലാ മാസവും, മലയാള മാസവും ഇദ്ദേഹം വരുമായിരുന്നു. ഇദ്ദേഹം ആണ് ആദ്യമായിട്ട് അവിടെ ഒരു താമസ സൗകര്യം ഉണ്ടാക്കുന്നത് ശബരിമലയിൽ. ഇപ്പോഴും അത് അവിടെ ഉണ്ട്. നമ്പ്യാർ സ്മാരകം എന്ന് പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് നിന്ന് പാണ്ഡിത്താവളത്തേക്കുള്ള വഴിയിലാണ്. തമിഴ്നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഈ നമ്പ്യാർ സ്മാരകം എവിടെയെന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട്. അതുപോലെ വിജയനാഥ് അന്നത്തെ ഒരു പ്രത്യേകത, ദേശീയ പതാക അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുകളിൽ അന്ന് ഉയർന്നിരുന്നു. രാഷ്ട്രപതി എവിടെയുണ്ടോ. അപ്പം അതുപോലെ തന്നെ പിന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന് അറിയോ? മാധവൻ നായരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇത്രയും സെക്യൂരിറ്റി പ്രശ്നം. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കൊടും വനമാണ്. ഇന്ന് കയറി പോകാന് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. അന്നാണ് ശരിക്കും കല്ലും മുള്ളും. ഇപ്പൊ എല്ലാം ഈ തറയൊക്കെ പാകിയിരിക്കുകയാണ്, നല്ല പിന്നെ ഓടുകൊണ്ടൊക്കെ പാകിയിരിക്കുകയാണ്. പിന്നെ ഇത്തവണ പിന്നെ ഈ രാഷ്ട്രപതി പോകുന്നത് മിക്കവാറും നിലയ്ക്കൽ വരെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അവിടുന്ന് റോഡ് മാർഗം പമ്പയിലെത്തും. 22 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് കൂടുതൽ സാധ്യത കാണുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഇതുണ്ട്, ജീപ്പ്, ആംബുലൻസ് ഉണ്ട്. അതിൽ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി എങ്ങാനും പരമ്പരാഗത വഴി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പാച്ചിമേട്, നീലിമല അപ്പാച്ചിമേട് വഴി പോകേണ്ടി വരും. ഇത് 2 രീതിയിലും നമ്മൾ ഈ റൂട്ട് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി അന്നത്തെ പോലെ അല്ല ഇപ്പോൾ. അപ്പോൾ റൂട്ട് എന്തായാലും ശബരിമലയിൽ എത്തും എന്നുള്ളതാണ്. നമുക്ക് വേറൊരു കാര്യം കൂടെ ഓർക്കാനുണ്ട്. വിജയനാഥൻ്റെ പുസ്തകത്തിൽ അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അന്ന് വന്നവരുടെ കൂട്ടത്തിൽ വിവിഗിരി കൂടാതെ ഉണ്ടായിരുന്ന ശങ്കർഗിരി, ഭാസ്കർഗിരി, അതുപോലെ തന്നെ മല്ലിഗിരി എന്നിവരും, മല്ലിക് ഗിരി എന്നാണ് പറഞ്ഞത്, അവരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരായിട്ടാണ് ഇവർ വന്നത്. ഒറ്റയ്ക്കല്ല അദ്ദേഹം വന്നിരുന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2:15 വരെ അവരുടെ സന്നിധാനത്ത് ചെലവഴിച്ചത്. അത് പെട്ടെന്ന് പോയില്ല, തിരക്ക് പിടിച്ച് പോവുകയുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വളരെ ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് പോയത് ഈ കാനന മധ്യത്തിൽ. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. വന്ന പ്രഗത്ഭരെ പലരും പറഞ്ഞു. ഇനി വേറൊരു പ്രഗത്ഭനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ വരെ എത്തുന്നത് പിണറായി വിജയനാ. മുമ്പിൽ വരെ എത്തിയത് ആദ്യം തിരുമുറ്റത്ത് എത്തുന്നത് പിണറായി വിജയനാണ്. അന്നല്ല ചോദിച്ചത്, എന്താണ് കഴുത്തിലൊന്നും ഇല്ലേ, മാലയില്ലേ എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചത്. അത് ഇല്ലാഞ്ഞത് ഭാഗ്യം. സ്വർണ്ണക്കടത്തിന്റെ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ശബരിമലയിൽ പിന്നെ
നമ്മുടെ ദേശീയ പതാക ഉയരും. പത്രക്കാരോട് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ വീണ്ടും ഒരു 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ കാര്യം മറക്കരുത്. കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണിതൊക്കെ. രാഷ്ട്രപതിമാരുടെ ഈ ശബരിമല സന്ദർശനം, പിന്നെ അത് നിങ്ങൾ ഒരുപക്ഷെ ഒരു ഹിന്ദു ആരാധനാലയം എന്ന് വിചാരിച്ചത് മറക്കാൻ പാടില്ല. പമ്പയിൽ നിന്നായിരിക്കും കാരണം ഇതൊരു സർവ്വമത സന്നിധാനമാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ എല്ലാ മതക്കാർക്കും വരാവുന്ന ഒരു പ്രവേശന കവാടമാണ്. ഇതൊരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പോയി തൊഴാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ദയവായി ഇതിനെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ തെറ്റായിട്ട്, ഇത് ആകാശവാണിക്കും ദൂരദർശനും എല്ലാം അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും ഇത് തെറ്റിച്ച ആളുകളെ പിന്നെ വഴിതെറ്റിക്കരുത്, രാഷ്ട്രപതിയെ വഴിതെറ്റിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.